കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് മെഡിസിൻസ്. സാറ് ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടി മാഡത്തിനോട്. ഇപ്പം മാഡത്തിൻ്റെ വിലയേറിയ സമയം ഞാൻ ഇല്ലാതാക്കി എന്നാലും ചോദിക്കുന്നു, ഈ രോഗികളോട് മാഡം മറ്റു ഡോക്ടർമാർ എങ്ങനെ പെരുമാറുന്നു? ആരും ചോദിക്കാത്ത ചോദ്യമായിരിക്കും. അല്ല, അത് പേഷ്യൻസ് ആണ് പറയേണ്ടത്. അതെ, അതാണ്. നമ്മുടെ മാക്സിമം ഇപ്പോൾ ഓരോരുത്തരുടെയും ക്യാരക്ടർ ഡിഫറെൻ്റ് ആണ്. അല്ല, അത് മാഡം ഞാൻ ചോദിക്കാൻ കാരണം അത് മറ്റുള്ള ഈ ബ്ലോഗർമാർ അങ്ങനെയൊന്നും ഈ ചോദ്യം ചോദിക്കുകയില്ല, ഒന്നും ചെയ്യില്ല. രോഗികളെ കൊണ്ട് പറയാം, അത് പഠിപ്പിച്ച് ചെയ്യുമ്പോഴാവും. ഞാൻ അതല്ല, പഠിപ്പിച്ച് ചെയ്യണ്ട, നിങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ട് റാൻഡമായിട്ട് ചോദിച്ചോളൂ. അതാണ് ഞങ്ങളുടെ കാണുകയും കൂടെ അല്ല, ഈ വീഡിയോ എല്ലാം വരും. അതാണ് അങ്ങനെ ശരിക്കും വേണ്ട, എന്നാലും നമുക്ക് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടുള്ളൂ. അല്ല, ഒന്ന് എനിക്ക് മനസ്സിലായി, കണ്ടപ്പോഴേ നമ്മളെ കണ്ട് സംസാരിക്കുമ്പോഴും ഞാൻ എൻ്റെ അനിയത്തിയുടെ മോനായിട്ടാണ് വന്നത്. കണ്ടപ്പോഴും മാഡത്തിന്റെ ചിരിയും സംസാരവും. കാരണം ഞാൻ അത്ര നന്നായിട്ട് എനിക്ക് പെരുമാറാൻ പറ്റില്ല, കാരണം ഇന്ന് 2-3 സ്റ്റാഫ് ഇല്ലാത്തതിന്റെ ഒരു വെപ്രാളം, ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന്റെ ഒരു ക്ഷീണവും, കാരണം ഞാൻ എറണാകുളത്ത് നിന്ന് ട്രാവൽ ചെയ്തൊന്നും എത്തിയുള്ളൂ, അതിന്റെ ഒരു ക്ഷീണം എല്ലാം കൂടി ആയിട്ട് നന്നായിട്ട് പേഷ്യൻസിന്റെ അടുക്ക് ആ ഒരു നല്ലോണം ചെയ്യാൻ പറ്റണ്ടോന്ന് എനിക്കറിയില്ല. താങ്ക് യു. എന്നും ഡോക്ടർ ഇങ്ങനെ തന്നെ ആയിരിക്കണം. താങ്ക് യു സോ മച്ച്. ഹായ്, ഹലോ, പേര്? എൻ്റെ പേര് രമ്യ. ഒന്ന് ഉറക്കെ പറയണം, ഫോണാണ്, പാവപ്പെട്ടവനാണ്, പാവപ്പെട്ട ഒരു യൂട്യൂബർ. എങ്ങനെയുണ്ട് ഇവിടെ? എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സ്റ്റാഫാണ്, ഡോക്ടറും സ്റ്റാഫും ഒരു ആന്തരികം ഉണ്ടാകും ഇല്ലേ? എങ്ങനെയാണ് നിങ്ങൾ ഡോക്ടറും സ്റ്റാഫുകളും തമ്മിൽ ഇവിടെ? തന്നെ എല്ലാ ഡോക്ടർമാരും? ഓക്കെ. അല്ല, എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ തരിക. അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് മാറിയിട്ടില്ല, അതാണ് മെയിൻ കാര്യം. ഓക്കെ, താങ്ക് യു. സുഹൃത്തുക്കളെ, ഇതാണ് ഡോക്ടർ വിമൽ കുമാർ, ഹോമിയോ ഡോക്ടർ. ആയുർവേദം. ഓക്കെ. ഹോമിയോ മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഈ സാറിനെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സാറിൻ്റെ മുഖം കാണുന്നെങ്കിൽ എന്നെ കാണുന്നില്ല, എന്നാലും ഞാൻ പറയുന്നത്, സാറിനെ ഇന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഈ ഹോസ്പിറ്റൽ വന്നത് ഇന്നാണ്. കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഹോസ്പിറ്റലിൻ്റെ രീതിയും വൃത്തിയും വെടുപ്പും. ചെറിയ ഹോസ്പിറ്റലാണെങ്കിലും ഇതുപോലത്തെ പല ഹോസ്പിറ്റലും ഞാൻ ഓട്ടോ ഓടുന്ന ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് സാറേ. മിനിമം ഒരു 500 രൂപ രജിസ്ട്രേഷൻ ഫീസ്. അത് ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഒന്നും കൂടി 500 രൂപ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, 100 രൂപ, അത് ജീവിതകാലം മുഴുവൻ. രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും 100 രൂപ വാങ്ങാറില്ല. അല്ല, അങ്ങനെ അറിഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് സാറേ? ഈ പാവങ്ങളെ ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ? പാവങ്ങളൊന്നും വാങ്ങാറില്ല, കാരണം പൈസ ഇല്ല എന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ വരുന്ന വലിയ പണക്കാർ വരുന്നുണ്ട്, വളരെ പാവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു പാവം ഒരാൾ വരുമ്പോൾ നമ്മൾ ചോദിക്കും കൗണ്ടറിലേക്ക് പൈസ കൊണ്ടോന്നില്ല. പൈസ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, 100 രൂപ രജിസ്ട്രേഷൻ ഫീ. പിന്നെ അത് ആജീവനാന്തമാണ്. ഇവിടെ എന്ന് വരുന്നാലും ആ കാർഡ് നമ്പർ പറഞ്ഞാൽ മതി, വേറെ രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. അപ്പോൾ വേറെ മരുന്നിന്റെ പൈസ അതും വളരെ കുറച്ച് പൈസയാണ് നമ്മൾ വാങ്ങുന്നത്, തുച്ഛമായിട്ടുള്ള. എൻ്റെ അനിയത്തിയുടെ മോനെ കൊണ്ടുവന്നു, അത് രജിസ്ട്രേഷൻ ഫീസും മരുന്നെല്ലാം കൂടി 350 രൂപ അത്രേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ സമയത്ത് വേറെ ഇടത്ത് പോയാൽ എത്ര ആവുമെന്നും എനിക്കറിയാം, അതെനിക്കറിയാം. ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ പാവപ്പെട്ടവരല്ലാതെ വേറെ ആർക്കൊക്കെയോ ഫ്രീ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതെ, ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. അതിനെ കുറിച്ച് കേരളാവധി ചാനൽ തന്നായിരുന്നൊക്കെ. കേരളാവധി ചാനലിന് 400 രൂപ മൊത്തം ചിലവ് 400 രൂപ ക്യാൻസർ പേഷ്യന് പുറത്തുനിന്ന് വാങ്ങുന്ന മരുന്നുകൾ കുറച്ച്. പക്ഷെ ഇപ്പൊ നമ്മൾ ആ പൈസയും പുറത്തുനിന്നും കുറിച്ച് കൊടുക്കാറില്ല, നമ്മൾ തന്നെ ഇവിടുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ക്യാൻസർ പേഷ്യന് എത്ര പേരായിരുന്നാലും നമ്മളിവിടെ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നു. രജിസ്ട്രേഷൻ പോലും ഇല്ല. ഇങ്ങനെ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് നമ്മളിവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നു, ഒരുപാട് പേര്. പിന്നെ അത് കഴിഞ്ഞിട്ട് 70 വയസ്സിന് മേളിൽ നല്ലോണം വയസ്സായ ആളുകൾക്ക് നമ്മളിവിടെ. അത് ഞാൻ എങ്ങനെ അറിഞ്ഞു വെച്ചാൽ ഡോക്ടർ സീമ മാഡം പറഞ്ഞു 70 വയസ്സിന് മേളിൽ. 70 വയസ്സില്ല, നല്ലോണം വയസ്സായ ആളുകൾ നമ്മൾ ചോദിക്കും പൈസയൊക്കെ ഉണ്ടോ, എന്താണ് ജോലി,
മക്കളൊക്കെ എത്ര പേരെ എന്ന് ചോദിക്കും. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചോദിച്ചിട്ട് പൈസ ഉള്ള ഒരാളാണെങ്കിൽ മാത്രമേ വളരെ വാർദ്ധക്യത്തിലെത്തിയ ഒരാളുടെ നമ്മൾ പൈസ വാങ്ങാം, രജിസ്ട്രേഷൻ ഫീസ് വാങ്ങാറുണ്ട്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 20-25 പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാം. പാവപ്പെട്ട. ഓക്കെ, താങ്ക് യു സാർ. കാര്യം എനിക്ക് കൂടുതലൊന്നും അറിയണ്ട, അത് ഇത്രയും മതി. അപ്പം ബാക്കി ഞാൻ ഇവിടെ 1-2 സ്റ്റാഫുകളായിട്ട് സംസാരിച്ചു. അപ്പോൾ സ്റ്റാഫുകൾ നേരത്തെ പറഞ്ഞു, അല്ലാതെ ഇതിൽ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാതെ 2-3 പേരോട് ഞാൻ ചോദിച്ചു. ഏത് രോഗികൾ അവര് പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. മുമ്പ് വേറെ എവിടേക്കോ സ്ഥാപനം നെടുമാടിന് ഭാഗത്തുണ്ടായിരുന്നു. ഞാൻ ആദ്യം നെടുമങ്ങാട് മുനിസിപ്പൽ ഓഫീസിൽ അടുത്തായിരുന്നു വിശ്വ ഹോംസ് എന്ന് പറയുന്നത്. വളരെ പ്രശസ്തമായ രീതിയിൽ നടന്ന ഹോസ്പിറ്റലാണത്. അപ്പോൾ അവിടെ റോഡ് വേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു 600 മീറ്റർ മാറി നെട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുതിയ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. പുതിയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അത്യാധുനികമായ എല്ലാ സൗകര്യവും ഉള്ള ഹോസ്പിറ്റലാണ്. ഒന്നിനും തന്നെ പുറത്ത് പോകേണ്ട, ഡിജിറ്റൽ എക്സ്റേ, ലാബ്, ECG പോലുള്ള അത്, ഫിസിയോതെറാപ്പി, എല്ലാത്തിനും അതിൻ്റെതായ കൺസൾട്ടന്റ് ഡോക്ടർമാരുണ്ട്. അങ്ങനെ എല്ലാത്തിനും അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ സൗകര്യവും തന്നെ ഉള്ള ഒരു ഹോസ്പിറ്റലായിട്ട് നമ്മൾ ഉയർത്തിയതിനു ശേഷമാണ് അവിടെ ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ ഓക്കെ സാറേ, ഞാനൊരു വ്ളോഗറല്ല ആദ്യം, പക്ഷെ ഞാനൊരു ആർട്ടിസ്റ്റാണ്, കലാകാരനാണ്. പക്ഷെ ഇങ്ങനെയുള്ളൊരു നല്ല സ്ഥാപനം കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞാൻ ചെയ്തത്. ഏതായാലും കൈ തുടച്ചിട്ട് താങ്ക് യു. ഇതാണ് ഡോക്ടർ വിമൽ കുമാർ സാർ. നല്ലൊരു മനുഷ്യൻ, ഡോക്ടറല്ല, നല്ലൊരു മനുഷ്യനാണ് ഇദ്ദേഹം. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോ അത്രയും കൊള്ളാം. സാധാരണക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പക്ഷെ ഞാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണല്ലോ, അവർ മെയിനായിട്ടുള്ളതാണ്, അവർക്ക് വേണ്ടിയുള്ള വീഡിയോ. അപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിട വാങ്ങുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവർക്കും വരാം. ഹോമിയോ നല്ലതാണ്. കുഞ്ഞുമക്കളെ കൊണ്ട് ഇഷ്ടംപോലെ പേഷ്യൻ്റ് വരുന്നുണ്ട്. ഓക്കെ, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, ലൈക്ക് കമൻസും തന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഈ ഹോസ്പിറ്റലിനെ നല്ല രീതിയിലാക്കുക. ജനങ്ങൾക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ വെറും 100 രൂപയുള്ളൂ രജിസ്ട്രേഷൻ ഫീസ്. ഒന്ന് ആലോചിക്കുക, എവിടെയെങ്കിലും ഉണ്ടോ പറ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എൻ്റെ ഓട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, അനിയത്തിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ കള്ളമല്ല പറയുന്നത്, സത്യമായ കാര്യം. നന്മയുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും, സാധാരണക്കാർക്ക് ഉപകാരപ്പെടും. ഓക്കെ.